പ്രചാരണം അതിന്റെ അവസാന ലാപ്പിലെത്തുമ്പോൾ ദേശീയ നേതാക്കൾ മലബാറിലും പ്രചാരണത്തിനെത്തുകയാണ്. വയനാട് മണ്ഡലത്തിൽ പ്രചാരണ പരിപാടികൾ തുടരുന്ന UDF സ്ഥാനാർത്ഥി കൂടിയായ രാഹുൽ ഗാന്ധി വൈകിട്ട് കോഴിക്കോട് നടക്കുന്ന മഹാറാലിയിലും പങ്കെടുക്കും. കോഴിക്കോട് നിന്നും ശ്യാം കെ വാര്യർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈ വലിയ കട്ടൌട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് കോഴിക്കോട്ടേക്ക് സ്വാഗതം. ഇതിൽ തന്നെയുണ്ട് വലിയ ഒരു ആവേശം UDF പ്രവർത്തകരുടെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രാഹുൽ ഗാന്ധി കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ ആ വലിയ ഒരു ആവേശത്തിലേക്ക്, അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ രാഹുൽ ഗാന്ധി പോലെയുള്ള ഒരു വലിയ നേതാവിനെ കോഴിക്കോട്ടേക്ക് സ്വീകരിക്കുകയാണ് കോഴിക്കോട്ടെയും വടകര മണ്ഡലത്തിലെയും UDF പ്രവർത്തകർ എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വസ്തുത. അത്തരത്തിൽ വലിയ ഒരു റാലി, മഹാറാലി സംഘടിപ്പിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആവേശം മുഴുവൻ ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള ഒരു പ്രചരണമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കായി സംഘടിപ്പിച്ചിരിക്കുന്നത്. UDF ഒപ്പം തന്നെ വടകര, കോഴിക്കോട് മണ്ഡലത്തിലെ മുഴുവൻ പ്രവർത്തകരും ഇന്ന് ഈ കടപ്പുറത്ത് നടക്കുന്ന മഹാറാലിയിൽ പങ്കെടുക്കും. അതിന്റെ ഒരുക്കങ്ങളെല്ലാം കോഴിക്കോട് ബീച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. രാവിലെ വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധി അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലെല്ലാം പങ്കെടുത്തതിന് ശേഷമാണ് വൈകിട്ടോടുകൂടി കോഴിക്കോടേക്ക് എത്തുന്നത്. 6 മണിക്കാണ് ഇപ്പോൾ നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. 6 മണിക്കാണ് ഈ മഹാറാലി കോഴിക്കോട് നടക്കുക. കടപ്പുറത്തൊരുക്കിയ പ്രത്യേക വേദിയിൽ രാഹുൽ ഗാന്ധി ജനങ്ങളെ അഭിസംബോധന ചെയ്യും. ഇന്ന് പ്രത്യേകിച്ച് നമുക്കറിയാം, പ്രധാനമന്ത്രി കേരളത്തിലുണ്ട്. പ്രധാനമന്ത്രി എന്ത് പറയുന്നോ അതിനുള്ള മറുപടിയായിരിക്കും ഇന്ന് രാഹുൽ ഗാന്ധി ഈ വേദിയിൽ പറയുക എന്നതാണ്, എന്തു പറയും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അത്തരത്തിൽ വലിയ ഒരു മഹാറാലി സംഘടിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വലിയ ആവേശം ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ വടകര, കോഴിക്കോട് മണ്ഡലത്തിലെ UDF നേതൃത്വമെല്ലാം.